അള്ളാഹു ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി അൽ ഖൈർ, ആർക്കെങ്കിലും നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അജ്ജല ലഹു അൽ ഉഖൂബ, അള്ളാഹു അവന് പരീക്ഷണങ്ങൾ നൽകും. ഈ ദുനിയാവിൽ പരീക്ഷിക്കപ്പെടും. കഠിനമായ രോഗങ്ങൾ നൽകി പരീക്ഷിക്കും, മാരകമായ രോഗങ്ങൾ നൽകും, വേദനകൾ നൽകും, പ്രയാസങ്ങൾ നൽകും, ബുദ്ധിമുട്ടുകൾ നൽകും, ജീവിതം തന്നെ ഇടുക്കമാക്കപ്പെടും. അങ്ങനെ അവരുടെ ഈമാൻ സമ്പൂർണമാകുന്നതിന്, റബ്ബിനോടുള്ള സൂക്ഷ്മത പൂർണ്ണമാകുന്നതിന് അവരെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. ക്ഷമയോടെ അവർ നേരിടും. അതിലൂടെ അള്ളാഹു പാപങ്ങൾ പൊറുപ്പിക്കപ്പെടും, ദറജാത്തുകൾ ഉയർത്തപ്പെടും. നേരെ മറിച്ച് അള്ളാഹു ആർക്ക് തിന്മ ഉദ്ദേശിച്ചോ, ഷർറുദ്ദേശിച്ചോ, അവൻ ഈ ദുനിയാവിൽ സുഭിക്ഷമായി അഹങ്കാരത്തോടെ, അഹങ്കാരിയായി, അഹംഭാവിയായി ജീവിക്കും. പാപകർമ്മങ്ങളിൽ അപ്രതനായി കഴിഞ്ഞുകൂടും. അംസക അൻഹു ബിദംബിഹി, പാപങ്ങളിലായി അള്ളാഹു അവനെ വിട്ടേക്കും. അങ്ങനെ അവസാനം ആ അവസ്ഥയിൽ ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിവസം അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടും.